എല്ലാവർക്കും സക്സസ് വിത്ത് PYQ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC 25/8/2023 നടത്തിയ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻ എക്സാമിനേഷന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഉപകാരപ്പെടും. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കുന്നു. എത്തിയ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. പെരേര ഡി പൈവയും മോസസുമാണ്. ചോദ്യം നമ്പർ 2. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിൻറ്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർ? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ജോനാഥൻ ഡങ്കനും ചാൾസ് ബോർഡനുമാണ് ഉത്തരമായി വരുന്നത്. മൂന്നാമത്തെ ചോദ്യം. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനായി ഇൻസുഫ് കച്ചറികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവവികാസത്തിന് ഉത്തരവാദി ആരാണ്? മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഉമ്മിണിത്തമ്പി. നാലാമത്തെ ചോദ്യം. കേരളത്തിലെ ഏതു സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചട്ടമ്പി സ്വാമികളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 5. മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നൊവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ഇന്ത്യയാണ്. ആറാമത്തെ ചോദ്യം. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നതെന്ത്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1 മാത്രമാണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം. ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പിൻ്റെ ഫലമായി രൂപപ്പെട്ട ഭൂപ്രകൃതി ഏതാണ്? ഏഴാമത്തെ ചോദ്യം തെറ്റായിരുന്നു. എട്ടാമത്തെ ചോദ്യം. കുറേഷ്യോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഒൻപതാമത്തെ ചോദ്യം. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 44 ആണ്. പത്താമത്തെ ചോദ്യം. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 10 ആണ്. 11ാമത്തെ ചോദ്യം. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വതപാതയാണ് പുരാതന സിൽക്ക് റൂട്ടിലെ ഭാഗമാകുന്നത്? 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ നാഥുല ചുരമാണ്. 12ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ചെനാബാണ്. 13ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മുൻകാല ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷന്മാർ മാത്രം അടങ്ങുന്ന സെറ്റുകൾ തിരിച്ചറിയുക. 13ാമത്തെ ചോദ്യം തെറ്റാണ്. 14ാമത്തെ ചോദ്യം. നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്? 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ നാഗ്പൂർ ആണ്. 15ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934ൻ്റെ ആമുഖമനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ? 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആൻഡ് 5 ഓൺലി. 16ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 17ാമത്തെ ചോദ്യം. 1963-ൽ പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്ന്
ഭക്ഷ്യ വകുപ്പിലേക്ക് മാറ്റി. അവ 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 18ാമത്തെ ചോദ്യം. 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾ SUV 1500 cc, നീളം 4 മീറ്റർ, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലാണെങ്കിൽ സെസ് നിരക്ക്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 5%. 19ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയാണ്. 20ാമത്തെ ചോദ്യം. 2016 ഭരണഘടനയുടെ 101-ാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 1 ഓൺലി ചരക്ക് സേവന നികുതി ബില്ല്. ചോദ്യം നമ്പർ 21. ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. ചോദ്യം നമ്പർ 22. മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്? 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 2 മാത്രമാണ്. ചോദ്യം നമ്പർ 24. ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യാതിഥി. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. ചോദ്യം നമ്പർ 25. താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല, ഇതിൽ ഏതാണ്? 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ചോദ്യം നമ്പർ 26. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ചോദ്യം നമ്പർ 27. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2022 ലഭിച്ചത്? 27ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആനി എർണാഗ്സ് ആണ്. ചോദ്യം നമ്പർ 28. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം നമ്പർ 29. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? 29ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ചോദ്യം നമ്പർ 30. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? 30ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ചോദ്യം നമ്പർ 31. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? 31ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3, 4. 32ാമത്തെ ചോദ്യം. മനുഷ്യനാവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. വിറ്റാമിനുകൾ അതിൻ്റെ കുറവുള്ള ലക്ഷണങ്ങളും ഉറവിടങ്ങളും ചേരുംപടി ചേർക്കുക. 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 33ാമത്തെ ചോദ്യം. ഉയർന്ന സംവേദനക്ഷമതയുള്ള സി റിയാക്റ്റീവ് പ്രോട്ടീൻ അമിതവണ്ണമുള്ള കുട്ടികളിലും കൗമാരക്കാരിലും ഹൃദയ സംബന്ധമായ അപകട സാധ്യതയുടെ ഒരു നല്ല അടയാളമാണ്. CRPയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 34ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി മങ്കി പോക്സ് ആണ്. ചോദ്യം നമ്പർ 35. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? 35ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഭാരമാണ്. ചോദ്യം നമ്പർ 36. തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിൻ്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? 36ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി
273.16 K ആണ്. 37-ാമത്തെ ചോദ്യം നേർത്ത ഓയിൽ ഫിലമെൻറ്റിലെ നിറങ്ങൾക്ക് കാരണം. 37-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഇടപെടലാണ്. ചോദ്യം നമ്പർ 38 എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 38-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 2008 വിക്ഷേപിച്ചത്. ചോദ്യം നമ്പർ 39 അലുമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? 39-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അലുമിനിയവും ഹൈഡ്രജനുമാണ്. 40-ാമത്തെ ചോദ്യം ഒരു ക്യാൻസലാക്കിയ ചോദ്യമായിരുന്നു. 41-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിൻ്റെ നിയമം അനുസരിക്കുന്നത്? 41-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്, താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. 42-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ സ്പീഷീസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? ചോദ്യം നമ്പർ 41 രണ്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം നമ്പർ 43 കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 43-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂരാണ്. ചോദ്യം നമ്പർ 44 മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ തെയ്യമാണ്. ചോദ്യം നമ്പർ 45 ജി വി രാജയുടെ മുഴുവൻ പേര്? 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ഗോദവർമ്മ രാജ എന്നാണ്. ചോദ്യം നമ്പർ 46 താഴെ പറയുന്നതിൽ ഏതാണ് ONV കുറുപ്പിൻ്റെ കൃതി അല്ലാത്തത്? 46-ാമത്തെ ചോദ്യം ഒരു ക്യാൻസലായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം നമ്പർ 47 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? 47-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ചോദ്യം നമ്പർ 48 കിഫ്ബിയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ചോദ്യം നമ്പർ 49 എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? 49-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ബി ഫെബ്രുവരി 6, 2022. ചോദ്യം നമ്പർ 50 താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇൻ്റലിജൻസ് ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നത്? 50-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ സി 3ഉം 4ഉമാണ്, അതായത് സ്വിച്ചും റൂട്ടറുമാണ്. 51-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയത്? 51-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്, BTRFS. ചോദ്യം നമ്പർ 52-ൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. ചോദ്യം നമ്പർ 53 ഒരു ക്യാൻസലായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം നമ്പർ 54 വെർച്വൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ് കോർട്ടാന വികസിപ്പിച്ചത് ആര്? 54-ൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് ആണ്. ഇനി ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി 55 തൊട്ട് 70 വരെയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ഭാഗമാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. 55-ാമത്തെ ചോദ്യം കോത്തരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിദ്യാഭ്യാസവും ദേശീയ വികസനവും. 56-ാമത്തെ ചോദ്യം സെക്കൻഡറി എഡ്യൂക്കേഷണൽ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെട്ടിരിക്കുന്നു? 56-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. 57-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? 57-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. ചോദ്യം നമ്പർ 58 ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005-ൻ്റെ പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നതിനുള്ളതായിരുന്നു? 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 59-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം നമ്പർ 60-ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കമ്മീഷനാണ്.
61-ാമത്തെ ചോദ്യം 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? 61-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്ത്രീ വിദ്യാഭ്യാസം. 62-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കോത്തരി കമ്മീഷൻ്റെ ശുപാർശ അല്ലാത്തത് ഏതാണ്? 62-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി പഠനത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ. 63-ാമത്തെ ചോദ്യം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ചോദ്യം നമ്പർ 64 രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നില്ല. 64-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നത്. 65-ാമത്തെ ചോദ്യം 1944-45 സാർജന്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതാണ്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ അലിഗഡ്, ബനാറസ് ഹിന്ദു, ഡൽഹി കേന്ദ്ര സർവകലാശാലകൾ. 66-ാമത്തെ ചോദ്യം സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷ് ആണ് നൽകിയത്? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി യശ്പാൽ കമ്മിറ്റി. 67-ാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നതിൽ 2 പ്രസ്താവനകളിൽ 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. ചോദ്യം നമ്പർ 68 അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശ തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 69-ാമത്തെ ചോദ്യം 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കരണങ്ങൾ ഏതാണ്? 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം. ചോദ്യം നമ്പർ 70 ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 70-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. ഇനി വരുന്നത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിലെ ആൻസേഴ്സ് നോക്കാം. ചോദ്യം നമ്പർ 71-ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 72-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 74-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 76-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 77-ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 79-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ്. 81-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി. 82-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 83-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 84-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി. ഇനി മലയാളത്തിലെ ചോദ്യങ്ങൾ. 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. 93-ാമത്തെ ചോദ്യം ക്യാൻസലായി പോയൊരു ചോദ്യമായിരുന്നു. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ.
95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി. 96-ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി. 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നതും ഓപ്ഷൻ ഡി.